നമസ്കാരം. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു. BSF കോൺസ്റ്റബിൾ PK സിംഗാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത്. ഫ്ലാഗ് മീറ്റിംഗ് വഴി ചർച്ചയിലൂടെ മോചിപ്പിക്കാനാണ് ശ്രമം. ഇതുവരെ ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നപ്പോഴാണ് ജവാനെ കസ്റ്റഡിയിലെടുത്തത്. അതിർത്തിയിൽ കൃഷി ചെയ്യുന്നവരെ സഹായിക്കാൻ പോയ ജവാനാണ് പാകിസ്ഥാൻ പിടിയിലായത്. അതിർത്തിക്കും സീറോ ലൈനിനും ഇടയിലുള്ള മേഖലയിലായിരുന്നു ജവാൻ. കഠിനമായ ചൂട് താങ്ങാനാകാതെ സമീപത്തെ മരച്ചൂട്ടിലേക്ക് തണൽ തേടി നീങ്ങിയപ്പോഴാണ് രാജ്യാന്തര അതിർത്തി മുറിച്ചു കടന്നെന്ന പേരിൽ പാകിസ്ഥാൻ പട്ടാളം ജവാനെ കസ്റ്റഡിയിലെടുത്തത്. ജവാന്റെ ചിത്രം പാക് സേന പുറത്തുവിട്ടിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തർക്കം രൂക്ഷമാകവേ അതിർത്തിയിൽ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ രാത്രിയോടെ കരാർ മരവിപ്പിച്ച് ഇന്ത്യ വിജ്ഞാപനമിറക്കി. കശ്മീരിലെ സ്ഥിതി ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിലയിരുത്തുകയും ചെയ്യും. പാകിസ്ഥാന്റെ തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് സിന്ധു നദീജല കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്നതിന് പിന്നാലെ പാകിസ്ഥാനും പ്രതികരിച്ചിരുന്നു. സിന്ധു നദീജല കരാർ ലംഘിക്കുന്നത് യുദ്ധ സാഹചര്യമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ലഭിക്കേണ്ട വെള്ളം വഴിതിരിച്ചു വിടാനോ തടയാനോ ഉള്ള ഏതൊരു നടപടിയും യുദ്ധസമാന നടപടിയായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ പാകിസ്ഥാൻ മരവിപ്പിച്ചു. ഇന്ത്യയുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കി. ഇതിനിടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാഭ്യാസം ഇന്ത്യൻ വ്യോമസേന ഇന്നലെ രാത്രിയിൽ നടത്തിയിരുന്നു. ഓപ്പറേഷൻ ആക്രമൺ എന്ന് പേരിട്ടിരുന്ന വ്യോമാഭ്യാസത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളും സുഖോയ് 30 യുദ്ധവിമാനങ്ങളുമാണ് പങ്കെടുത്തത്. അംബാല, ഹഷിമാര എയർബേസുകളിൽ നിന്നുള്ള റഫാൽ യുദ്ധവിമാനങ്ങളാണ് എത്തിയത്. വ്യോമാഭ്യാസത്തിൽ സേന സങ്കീർണമായ സാഹചര്യങ്ങളിൽ നടത്തുന്ന കരയാക്രമണം, ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയവയിലെ ശേഷികൾ പരിശോധിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. പർവ്വത പ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലും നടത്തുന്ന കരയാക്രമണങ്ങളുടെ വിവിധ രീതികൾ സേന പ്രദർശിപ്പിച്ചു. പരിചയസമ്പന്നരായ വ്യോമസേന പരിശീലകരുടെ നേതൃത്വത്തിലാണ് വ്യോമാഭ്യാസം നടത്തിയത്. മെറ്റിയോർ, റാംപേജ് ആൻഡ് റോക്സ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും വ്യോമാഭ്യാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റഫേൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണിവ. വ്യോമാഭ്യാസം നടത്തിയതിന്റെ കാരണം സേന വ്യക്തമാക്കിയിട്ടില്ല. അതിർത്തിയിൽ സേനാ വിന്യാസം കൂട്ടിക്കൊണ്ടുള്ള പാകിസ്ഥാൻ പ്രകോപനത്തിന് പിന്നാലെയാണ് ഇന്ത്യ യുദ്ധസന്നാഹത്തിന് ഒരുക്കം കൂട്ടുന്നത്. 2019 പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്നു ചെന്ന് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ബോംബിട്ട് തകർത്തിരുന്നു. മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് വ്യോമസേന ആക്രമണം നടത്തിയത്. അന്നത്തെ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കുന്നത്. റഫാലിന് നിലവിൽ പാക് വ്യോമസേനയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ തടയാനും S-400 പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. 2019 അപേക്ഷിച്ച് ഇന്ത്യയുടെ ആക്രമണശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യോമാഭ്യാസം നടത്തിയതും. ഭീകരർക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ഭീകരർക്ക് കഴിയില്ലെന്നും എന്ത് മാർഗമാണോ വേണ്ടത് അതെല്ലാം സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ സുരക്ഷാ യോഗം ചേർന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഷിംല കരാർ ഉൾപ്പെടെയുള്ളവ റദ്ദാക്കിയാണെന്നും വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇന്ത്യൻ സേനയെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളുണ്ടായത്. അതിനിടെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് സംസാരിച്ചതിന് അസമിലെ പ്രതിപക്ഷ കക്ഷിയായ AUDFന്റെ MLA അമിനുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തതായി മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അറിയിച്ചു. MLAയുടെ അഭിപ്രായം വ്യക്തിപരമാണെന്നാണ് പാർട്ടി നിലപാട്. പാകിസ്ഥാനെ അനുകൂലിച്ച് സംസാരിക്കുന്ന MLAയുടെ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്നാണ് അറസ്റ്റെന്നും തുടർ നടപടികൾ കോടതി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.